നമസ്കാരം. ഇപ്പൊ കൊറോണയൊക്കെ അല്ലേ, അപ്പൊ നമ്മളാണെങ്കിൽ വീട്ടിൽ ജാഗ്രത പാലിക്കണം. ഇപ്പോൾ നമ്മൾ വീട്ടിൽ കൃഷി നടത്തേണ്ടതാണ്. ഞാൻ കുറച്ചൊക്കെ കൃഷി നടത്തിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. ഞാൻ ഇവിടെ ആദ്യമായിട്ട് നട്ട് വെച്ചിരിക്കുന്ന കപ്പയാണ്. കപ്പയൊക്കെ ഉണ്ട്. പിന്നെ ചെടികളുണ്ട് അവിടെ. ഇതാണ് ഫിഷ് ടാങ്ക്. ഇങ്ങനെ മുറിച്ച് ഇട്ടിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ച് പാലിട്ട് മീനെ ഇടുവാണ്. ഇത് പൂവാണ്. ഇത് റോസയാണ്. കുടംപൊഴി. ഇതെന്നാ പൂവാന്ന് അറിയത്തില്ല. ആന്തൂര്യം പൂവാണ്. ഇത് മുഴുവൻ ചെടിയാണ്. ഇവിടെ തവളയൊക്കെ ഉണ്ട്. മുല്ലപ്പൂവ് നല്ല മണമുള്ള മുല്ലപ്പൂവാണ്. നല്ല റോസപ്പൂവ്. ഇതുണ്ട്. ഇതൊരു ചെത്തിപ്പൂവാണ്. ഇത് റോസയാണ്. ഇത് ചെത്തി എന്ന് പറയും. ചെത്തി. ഇത് ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല ചെയ്തത് കേട്ടോ. എൻ്റെ കൂടെ സഹായിക്കാൻ എൻ്റെ അച്ചാച്ചിയും എൻ്റെ അപ്പൂസങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു. ഇതുണ്ടോ, നല്ല ഭംഗിയുള്ള പൂവുണ്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. നിങ്ങളിത് കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. കൺട്രഷനൊക്കെ അല്ലേ വേണ്ടേ. ഇതുണ്ട് മുല്ലപ്പൂവ്. നല്ല മണമൊക്കെ ഉള്ള മുല്ലപ്പൂവൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അവിടെയൊക്കെ അതൊക്കെ ഉണ്ട്. വാഴ കൃഷി എന്നൊക്കെ ഉണ്ട്. വേറെ ഇത് ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്തത്. അപ്പൂസപ്പാപ്പി, പിന്നെ എൻ്റെ അച്ചാച്ചി, ചമ്മ, എൻ്റെ 2 അനിയന്മാര്. ഇപ്പോഴാണെങ്കിൽ ഇതെൻ്റെ അനിയനാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇതാണ് എൻ്റെ ഇത് മുൾച്ചെടി എന്ന് പറയും. നിങ്ങളുടെ കൈ വന്നിട്ട് ഇത് വേണമെങ്കിൽ നടേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ചുമ്മാ ഭംഗിക്ക് വേണ്ടി ഒന്ന് നട്ട് ഇത് വെച്ചതാണ്. ഇത് പേരക്കയുടെ ആണെന്ന് തോന്നുന്നു. ഇത് മുല്ലപ്പൂവാണ്. നല്ല മണമുണ്ട്. ഇതാണ് നമ്മുടെ പൂവ്. ഇത് കണ്ടോ.